തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഫൈൻ ഓർഗാനിക്സ് 2% ഇടിഞ്ഞ് 5000 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 15,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 36.05, ഡിവിഡൻഡ് ഈൽഡ് 0.2%, 52 വീക്കിലോ 4021, 52 വീക്ക് ഹൈ 6000. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 3% നെഗറ്റീവ് റിട്ടേണാണ് ഫൈൻ ഓർഗാനിക്സ് നൽകിയത്. 6 മാസം കൊണ്ട് സപ്പോർട്ട് പ്രൈസിൽ നിന്നും സ്റ്റോക്ക് 20% ഉയരുകയും ചെയ്തിരുന്നു. ഫൈൻ ഓർഗാനിക്സ് പ്രധാനമായും ഫുഡ്, കോസ്മെറ്റിക്സ്, കോട്ടിങ്സ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒലിയോ കെമിക്കൽ ബേസ്ഡ് അഡിറ്റീവ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കെമിക്കൽ സെക്ടറിലെ ഒരു കമ്പനിയാണ്. ROE 23%, ROCE 31%. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. സെയിൽസ് 540 കോടിയിൽ നിന്നും 596 കോടിയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ സെയിൽസ് 550 കോടിയിൽ നിന്നും 596 കോടിയിലേക്ക് ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 103 കോടിയിൽ നിന്നും 117 കോടിയിലും ക്വാർട്ടർ ടു ക്വാർട്ടർ 113 കോടിയിൽ നിന്നും 117 കോടിയിലേക്കും ഉയർന്നിട്ടുണ്ട്. 25%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 23%, പ്രോഫിറ്റ് ഗ്രോത്ത് 51%, ROE 34%-നടുത്ത്. പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 4.8%, DASന് 11.5%, പബ്ലിക്കിന് 8.5% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് കമ്പനിയും അതോടൊപ്പം തന്നെ ഡെപ്റ്റ് ഫ്രീയുമാണ്. 4 കോടി രൂപയുടെ കടബാധ്യതയുള്ള കമ്പനിക്ക് മുകളിൽ 2100 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ബെക്ടേഴ്സ് ഫുഡിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. സ്റ്റോക്ക് 1812 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 75.67, ഡിവിഡൻഡ് ഈൽഡ് 0.18%. ബെക്ടേഴ്സ് ഫുഡ് പ്രധാനമായും ബേക്കറി പ്രോഡക്റ്റുകളും ബിസ്ക്കറ്റും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ROE 23%, ROCE 31%-നടുത്തും. സ്റ്റോക്ക് 5000 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. വാല്യൂഷൻ 34.8. ബെക്ടേഴ്സ് ഫുഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 415 കോടിയിൽ നിന്ന് 496 കോടിയിലേക്ക് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ 439 കോടിയിൽ നിന്നും 436 കോടിയിലേക്ക് ഉയർന്നു. പ്രോഫിറ്റിൽ വളരെ വലിയ ഗ്രോത്ത് കാണുന്നില്ല. പ്രോഫിറ്റ് ഏകദേശം കൺസോളിഡേറ്റ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ 4 ക്വാർട്ടറുകളായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 35 കോടിക്കടുത്തുള്ള പ്രോഫിറ്റാണ് കാണുന്നത്. ഇയർ ഓൺ ഇയറിൽ 37 കോടിയിൽ നിന്നും 39 കോടിയിലേക്കും ക്വാർട്ടർ ടു ക്വാർട്ടർ 35 കോടിയിൽ നിന്നും 39 കോടിയിലേക്കും കമ്പനി പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. 14%-നടുത്തുള്ള ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 23%, പ്രോഫിറ്റ് ഗ്രോത്ത് 25%, ROE 18%-നടുത്ത്. 1084 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ കടബാധ്യത കുറവാണ്. 245 കോടിയിൽ നിന്നും കടബാധ്യത 147 കോടിയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിന് 49% സ്റ്റേക്ക് ഹോൾഡിംഗ്, FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 8.2%-ൽ നിന്നും 13%-ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. DASന് 20%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗ്. ബെക്ടേഴ്സ് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം 1800 ഒരു പ്രധാന സപ്പോർട്ടാണ്. സ്റ്റോക്ക് 1800-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1700 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 1900, 2000 തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. ഫൈൻ ഓർഗാനിക്സിനെ സംബന്ധിച്ചിടത്തോളം 4800 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട്. 5500, 6000 തുടങ്ങിയ റേഞ്ചുകൾ ഫൈൻ ഓർഗാനിക്സിൻ്റെ റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.